ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ ഈ പുറകെ കാണുന്ന ഈ ഒരു V2 വന്നിട്ട്, അതായത് നമ്മുടെ V3 അനിയൻ എവിടെ ഇരിക്കുന്നു, ചേട്ടൻ തൊണ്ട് അപ്പുറത്തിരിക്കുന്നു. ഈ ഒരു V2 നമ്മുടെ ഫ്രണ്ടിലാണ് കേട്ടോ. ആശാൻ കണ്ടുപിടിക്കുന്നു. ഈ ആശാൻ ആരെങ്കിലും ഓർമ്മയുണ്ട? നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിന് കൂടെ ഉണ്ടായിരുന്ന ബിച്ചു ആണ് കേട്ടോ. നമ്മുടെ നാട്ടുകാരനും നമ്മുടെ സുഹൃത്തുമാണ് കേട്ടോ. ആശാൻ കുറേ നാളായിട്ട് നമ്മുടെ വീഡിയോയിലൊന്നും വരക്കില്ലായിരുന്നു. നമ്മളിപ്പോൾ ഹൈവേയിലാണ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആശയ ഇതിനിടയിൽ വീഡിയോയിൽ വന്ന് ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്, പിന്നെ അത് പോയിട്ട് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ നാട്ടുകാരൻ എല്ലാവരും കൂടെയാണ് അല്ലേ ട്രിപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വീഡിയോക്കകത്തോണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മളിതിനിടയിൽ ട്രിപ്പ് വീഡിയോ ഒക്കെ ഇനി ഒരുപാട് സെറ്റാക്കുന്നുണ്ട്. ഓൾറെഡി ട്രിപ്പിൽ നമ്മുടെ കൂടെ ആശാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാറിപ്പോയിട്ട് വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും വണ്ടിയുടെ റിവ്യൂ എന്തായാലും ചെയ്യാൻ ഓർത്തിട്ട് ഈ വണ്ടിയെ കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ തമ്പിനയിലും ആദ്യം ഒരു ഇൻട്രോയിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തില്ല. അപ്പോൾ അതിനകത്ത് കണ്ടതുപോലെ തന്നെ ഈ വണ്ടിയെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ചെയ്യാൻ പോകണം കേട്ടോ. ഓണർ വന്നിട്ട് കണ്ടുപിടിക്കുന്നത് ആശാൻ വണ്ടി സെക്കൻഡ് എടുത്തതാണ്. എന്നിട്ട് അതിന് ശേഷം വണ്ടി ഇത്തിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ഗ്രേ ബ്ലാക്ക് ആയിരുന്നു, ഗ്രേയും ആഷും ആയിരുന്നു കളർ. വണ്ടി കളർ വന്നിട്ട് ഇപ്പം ഗ്രേയും ആഷിനി എന്തായാലും ആഷ് മാറ്റിയിട്ട് പർപ്പിൾ ആക്കണമല്ലേ. അത് വണ്ടി ഇപ്പോൾ പണി ചെയ്തിട്ട് ഇന്നലെ ഞാൻ നീട്ടിയുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നലെ കിട്ടിയുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ഇനി വേണം RTO ഓഫീസ് കൊണ്ടുകൊടുത്തിട്ട് വണ്ടി നമ്പരൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബാക്കി ഡീറ്റെയിൽ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്കിനി സംസാരിച്ച് തുടങ്ങാം അല്ലേ. ഓക്കെ, എന്തെങ്കിലും പറയണ്ട ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽ സംസാരിക്കാം. ഇനി എന്തായാലും ആശാനെ ഇടയ്ക്ക് നമുക്ക് വീഡിയോക്കകത്ത് കൊണ്ടുവരാം കേട്ടോ. തിരക്കായിരുന്നു. അതാണ്, അതായത് ട്രിപ്പിന് പോയ സമയത്തുള്ള ഫണ്ടുകൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഇച്ചിരി തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് റിലീഫായി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആശാൻ എന്തായാലും ഇനിയും ട്രിപ്പുകളുടെ ഇടയിലൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും കേട്ടോ. അപ്പം എന്തായാലും അടിപൊളി. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇപ്പോൾ നമ്മുടെ ചില ദൂരം സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്ക് അപ്പോൾ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇത് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വണ്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ കേട്ടോ. ഇനി എന്തായാലും വണ്ടിക്ക് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്, നൈസ് പേരൊക്കെ ആശായിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ പേരെന്നുണ്ട് ഫ്ലോക്കി എന്നാണ് വണ്ടിയുടെ പേര് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട. ആ ഒരു സ്റ്റിക്കർ തീമിൽ തന്നെ ഈ ഒരു വണ്ടിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വണ്ടിയിൽ മൊത്തത്തിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വരാം കേട്ടോ. ഫ്രണ്ടിൽ വെച്ചിട്ട് ഈഗിളി മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാസ്ക് ചാവി ഒന്നുണ്ടാക്ക്. എന്നിട്ട് ഹെഡ്ലൈറ്റ് പകുതിയെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു പകുതിയെ കാണാൻ പറ്റുള്ളൂ കണ്ടോ. ആ ഒരു DR ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ലൈറ്റ് വന്നിട്ട് കണ്ടോ. ഫ്രണ്ട് ലുക്ക് നോക്കിയാണ്, രണ്ട് സൈഡും ആ ഒരു DR ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസ്ക് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ് കത്തുന്ന സമയത്ത് ഒന്ന് വണ്ടി സ്റ്റാർട്ടാകും അതിന്ന് സ്റ്റാർട്ടായി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റാർട്ടാക്കി ഹെഡ്ലൈറ്റ് കിട്ടോ കണ്ടോ. ഈ ഒരു ഹെഡ്ലൈറ്റ് വന്നിട്ട് ഫ്രണ്ട് സൈഡിലാണ്. ഈ ഒരു ഇവിടെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, DR മാത്രമാണ് ഹെഡ്ലൈറ്റിൽ അവിടെ വെച്ചിട്ടുള്ളത്. ആ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓഫ് ചെയ്തോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട ഈ ഫ്രണ്ടിലൊരു ബബിൾ വൈസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് V2 എന്ന് പറഞ്ഞ ഈ ഒരു മോഡലാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഫ്രണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ എന്തായാലും അതൊന്ന് കത്തിച്ച് കാണിച്ചോ. മിററിൽ തന്നെ രണ്ട് സൈഡും ഉണ്ട്, അതൊന്ന് കത്തിച്ച് കാണിച്ചോ. ഓക്കെ, അത് ഇവിടെ മാത്രമല്ല ഈ ഒരു ഇതിനകത്തും കത്തും പുള്ളിയില്ലേ കണ്ട. ഈ ഒരു മിററിൽ കാർബൺ ഫിനിഷ് പോലെ തോന്നിക്കുന്ന രീതിയിൽ, അത്രയ്ക്കും പ്രൊഫഷണൽ അല്ല എന്നാലും അതിനെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ട് വന്നിട്ട് അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് വന്നിട്ട് മൊത്തത്തിൽ ഞാൻ പറയാം. വണ്ടിയിൽ വന്നിട്ട് ഫ്രണ്ട് ആ ഒരു ഈഗിളി മാസ്ക് ആയിട്ടുണ്ട്. പിന്നെ വൈസർ വെച്ചിട്ടുണ്ട്. പിന്നെ ടാങ്ക് കണ്ട, ഈ ഒരു ടാങ്ക് കണ്ട. ടാങ്ക് R1 ഇൻസ്പയർ ആയിട്ടുള്ള രീതിയിൽ അതായത് V2-ന് ചേരുന്ന രീതിയിൽ R15 അല്ല സോറി R1-ൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള മോഡലുള്ള ടാങ്കാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പുറത്ത് അതായത് സ്റ്റോക്കിനേക്കാളും ഇച്ചിരി കൂടെ വലിപ്പം തോന്നിക്കും, കുറച്ചുകൂടെ ബൾക്കിയായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് ടെയിൽ പീസ്. ഓക്കെ, ടെയിൽ ഇച്ചിരി കൂടെ ആ ഒരു അതായത് V2 അറിയാവുന്നവർക്കറിയാം, ടെയിൽ പീസ് ഉണ്ട് ഇച്ചിരി കൂടെ ഒരു സ്പോർട്ടി ലുക്കായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു അണ്ടർബെല്ലി ഇതെല്ലാം ബാക്കി സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. ഈ അണ്ടർബെല്ലി പിന്നെ ബാക്കിയെല്ലാം സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ പുറത്തുകൂടെയാണ് ബാക്കി സ്റ്റിക്കർ വർക്ക്, പെയിൻറ്റ് സ്റ്റിക്കർ അതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ടോ.
പിന്നെ ഈ വണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, D2 കസ്റ്റംസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലേ. അവരുടെ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി ചെയ്തത് കേട്ടോ. പൈസ അങ്ങനെ. പിന്നെ ഈ ബാക്ക് ടെയിൽഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക് പീസ് വന്നിട്ട് ഈ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അതിൽ എന്നിട്ട് ചുമ്മാ ഹാഷ് ഈസിക്വൽ ടു ഹാഷ് എന്തോന്നു ഓക്കെ, അതാണ് സെറ്റപ്പ്. അപ്പം അതൊരു മോഡൽ കണക്കാക്കി അതൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പറിച്ച് കളയാൻ പറ്റില്ല, അതിൻ്റെ പുറത്ത് ക്ലിയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തായാലും നൈസ് വർക്കായിട്ട് തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് അത് നമുക്ക് എന്തായാലും തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കണക്ക് തന്നെ ബാക്ക് നമുക്കവിടെ ലോഗോയും കാര്യങ്ങളും അതേ കണക്ക് സ്റ്റിക്കർ ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ ക്ലിയർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊന്നും ഈ സാധനം ഇളവി പോകില്ല, അതാണ് ഞാൻ അത് പറയാൻ കാര്യം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടെയിൽ ചെടി വന്നിട്ട് ഈ കണക്കിൽ വയ്ക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വീലഗ്രം വെച്ച് ആ ഒരു സ്റ്റോക്ക് കണക്ക് നമുക്ക് ആക്കിയാലേ നമുക്ക് RC ബുക്കിൽ മാറ്റാൻ വേണ്ടി നമുക്ക് ഇമ്മീഡിയറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി, എന്നിട്ട് നമുക്ക് തിരിച്ചതുപോലെ പഴയതുപോലെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അതാണ് സെറ്റപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ കണക്ക് തന്നെ ബോഡിയും ജസ്റ്റ് പുറത്ത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അതായത് പുറത്ത് കാണുന്ന കണക്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു പെയിൻറ്റ് തീം കാര്യങ്ങളൊക്കെ ഉണ്ടോ. 33 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആശാൻ്റെ ഇൻസ്റ്റ ID ദണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൾട്ടി ലൈഫ് ലൈൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ എല്ലാ സ്റ്റിക്കറും അതായത് ഫുള്ള് വണ്ടിയിൽ അടിച്ചിരിക്കുന്ന ഫുൾ സ്റ്റിക്കർ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ പുറത്ത് ക്ലിയർ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോക്കി അല്ലേ, ഫ്ലോക്കി അതാണ് വണ്ടിയുടെ പേര് വന്നിട്ട്. പിന്നെ മൗണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മിറലും ഉണ്ട് കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് അവിടെയും ഇൻഡിക്കേറ്ററുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ സെറ്റപ്പ്. പിന്നെ ഫ്രണ്ട് റിമ്മിൽ മാത്രമാണ് ഈ ഒരു പർപ്പിൾ കളർ റിമ്മിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്ക് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ. പൈസ അങ്ങനെ വന്നിട്ട് വണ്ടിയിൽ പിന്നെ ചെയ്തിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ലിവർ ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് നൈസ് ലുക്ക് കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് ബാക്കി, അതായത് ഇതിനകത്തൊരു എയർ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ അത് സെറ്റാക്കി തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെയൊക്കെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ. പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് മനസ്സിലാവും. കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ അതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണം, അതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഇടയിൽ അവർ D2 കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ബ്രംബോയുടെ മറ്റേ ബ്രേക്കിൻ്റെ ഒരു സെറ്റപ്പ് ചുമ്മാ ഷോയ്ക്ക് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പം നൈസ് ലുക്ക് കാര്യങ്ങൾ എന്തായാലും വണ്ടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു അണ്ടർവെല്ലിയിൽ പറഞ്ഞ വർക്കുന്നുണ്ട്, ആ പർപ്പിൾ കളർ തന്നെയാണ്. പിന്നെ ടാങ്കിൽ വന്നിട്ട് ഈ പർപ്പിൾ ആണെങ്കിലും ഇച്ചിരി ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ഇവിടെ ടാങ്കിൽ. അത് ഇച്ചിരി നൈസായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കിയാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് ആയിട്ടേ തോന്നുള്ളൂ. അതാണ് ഇതിൻ്റെ സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടർവെല്ലി ഉണ്ട്. അണ്ടർവെല്ലിൽ ഇവിടെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റസ്റ്റ് വക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് വണ്ടിയുടെ സെറ്റപ്പ്. ഓക്കെ, മൊത്തത്തിലുള്ള ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് നമുക്കൊരു, അതായത് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു DRL വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 5 മണി ടു ഒരു 7 മണി പിന്നെ അത് നൈറ്റ് ഫുള്ളായിട്ട് കിട്ടും. ഈ ഒരു ആ ഒരു 5 മണി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ആ ഒരു DRLൻ്റെ ഒരു ഇതൊക്കെ നൈസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഫ്രണ്ടൊക്കെ ഒരു ബ്ലാക്ക് നൈസായിട്ട് ഒരു ടെറർ ലുക്ക് തോന്നുന്ന ഫീലിൽ നമുക്ക് എന്തായാലും വണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. അത് അടിപൊളി. അപ്പം എന്തായാലും പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇതൊക്കെയാണ് തന്നെ വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൊത്തത്തിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ വർക്കും പിന്നെ പെയിൻറ്റ് തീമുമാണ് വണ്ടി വെറൈറ്റി ആക്കണം കേട്ടോ. അതാണ് സെറ്റപ്പ്. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ വന്നിട്ട് ഈ ഒരു മാസ്കിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയ കാര്യമാണ്, നേരത്തെ പറയേണ്ടായിരുന്നു. ഡിപ്പ് ഉണ്ടല്ലോ, മറ്റേ പെയിൻറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിവിടെ ഫ്രണ്ടിൽ ഒരു പിരികം കണക്ക്, അതായത് ഒരു ഐബ്രോ അല്ലേ, ഐബ്രോ കണക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡും അത് കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നൈസ് ലുക്കായിട്ട് അത് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് ഗ്രേ ആൻഡ് ബ്ലാക്കിലാണ് ആ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇച്ചിരി നൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി വീറ്റ് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ണിൽ കാണുമ്പോൾ ആ ഒരു ഫീൽ തോന്നുന്നില്ല. ഫോട്ടോയ്ക്ക് നൈസ് കിടിലം ഫോട്ടോസൊക്കെ നമുക്കിത് ഈ വണ്ടിയിലെടുക്കാം കേട്ടോ. അടിപൊളി.
ഗൈസ് അപ്പോൾ എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ അതായത് വണ്ടിയുടെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളും കുറച്ചൊക്കെ പറയാം കേട്ടോ. ഫ്ലോക്കി വായിക്കൊള്ളാത്ത പേര് ഫ്ലോക്കിന്നൊക്കെ ഇട്ടിരിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുണ്ട് ടാങ്കിൻ്റെ സൈഡിൽ ടെക്കി എന്ന് പറഞ്ഞിട്ട് ടെക് 3 എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആശന്മാർ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ബൈക്ക് കാര്യങ്ങൾ സെറ്റാക്കാം. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ മറ്റേ ഇത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒരു സൗണ്ട് ഞാൻ നിർത്തി, അതായത് എന്തായാലും നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് അത് സെറ്റാക്കിയിട്ട് നമുക്ക് വരാം കേട്ടോ. എൻ്റെ മോനെ അരട്ടാങ്കി മേളോട്ട് പെട്രോൾ അടക്കണം ഊറ്റിയാല. അപ്പോൾ എന്തായാലും അടിപൊളി സൗണ്ട് കേട്ടോ. ഒരു ലൈറ്റ് V3 ഓടിക്കുന്ന ഒരു ഫീൽ ഈ വണ്ടി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്കൊരു സ്പോർട്ടീവ് ലുക്കിൽ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് V3 ഇരിക്കുമ്പോൾ അത്ര അതായത് കുനിഞ്ഞിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വണ്ടി ആ ഒരു എന്താ പറയുക ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഓടിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ എൻ്റെ മോനെ പൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ക്രിക്കറ്റ് കളി നടക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. എൻ്റെ സൗണ്ട് കേട്ടോ. ഈ വണ്ടി സെക്കൻഡ് എടുത്ത സമയത്ത് ഞാൻ കാണിച്ചു തരാം എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞേ. 30,000 കിലോമീറ്റർ വണ്ടി 20 സംതിങ് ഓടിയപ്പോഴാണ് പക്ഷേ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി പണിതെടുത്താണ് കേട്ടോ. KNൻ്റെ എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, പവർ ഫിൽറ്റർ. അല്ല ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ബൂ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് നൈസായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ മോനെ പൊളി. അത് ആശാ ഇപ്പം വണ്ടി എടുത്തതിന് ശേഷം ആ സമയത്ത് ചെയ്തതാണ്. എന്നിട്ട് അതിന് ശേഷമാണ് ഈ കളർ തീം ഒന്ന് മാറ്റിയാലോ എന്നുള്ള ആലോചിച്ചിട്ട് പിന്നെ എന്തായാലും വണ്ടി സെറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി. പിന്നെ ആ സ്പോർട്ടീവ് ലുക്ക് ഈ വണ്ടിയിൽ കിട്ടില്ല. V3 ഇരിക്കുമ്പോഴത്തെ ആ ഒരു സ്പോർട്ടീവ് ലുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ വേറൊരു ഫീൽ തന്നെയാണ്. അത് ഓടിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. V3 വന്നിട്ട് V3 അല്ല സോറി, ഈ ഒരു V2 വന്നിട്ട് നൈസായിട്ട് വണ്ടി ആ ഒരു V2 സ്റ്റോക്കായിട്ട് നോക്കണേനേക്കാളും എൻ്റെ മോനെ കിടിലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടാങ്ക് ഇച്ചിരി സൈസ് കുറവാണ്. അതുകൊണ്ട് ഈ ഒരു ടാങ്ക്, ഫ്രണ്ട് ബബിൾ വൈസർ, പിന്നെ വിംഗ്ലെറ്റ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അണ്ടർ ബെല്ലി, ഈ ബാക്ക് ടെയിൽ പീസ്, ഈ ഒരു പീസ് ഫുള്ള് അതായത് ഈ ഒരു സെറ്റ് ഒരു പീസാണ് കേട്ടോ. ഫുള്ള് സീറ്റൊക്കെ എടുത്ത് മാറിയിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പീസാണ് ഈ പീസ് വന്നിട്ട്. അപ്പോൾ ഈ പീസൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ വണ്ടി ഒരു വേറെ ലെവൽ ഫീൽ തന്നെയായി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് കേട്ടോ. ഞാൻ പിക്ക് നേരത്തെ കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് V2 ഒരു അതെന്താ പറയുക ഒരു അൾട്ടിമേറ്റ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പയ്യന്മാരെടുത്ത് അവന്മാരവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം. അവന്മാരെടുത്ത് ചെന്നിട്ട് ഈ ലിവർ ഗാർഡൊക്കെ വെച്ചപ്പം കുറച്ചുകൂടെ ഒന്ന് നൈസായി. പിന്നെ എന്തായാലും അവന്മാരെടുത്ത് ചെന്ന് നിന്നിട്ട് നമുക്ക് ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ള വണ്ടിയുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റേറ്റ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാം. അവൻ പറയും കേട്ടോ. അതാണ് സെറ്റപ്പ്. എൻ്റെ സൗണ്ട് കേട്ടോ എൻ്റെ മോനെ കൈ കൊടുക്കാനുള്ള ഒരു ദുര കൂടണം ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ. 110 എവിടെയൊക്കെ പോകണം. എന്തായാലും അധികം ഒന്നും കൈ കൊടുക്കണില്ല. നമുക്കിവിടെ നിർത്തിയിട്ട് എന്തായാലും ഔട്ട്ഡോർ സെറ്റ് ആക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇത്രയൊക്കെയുള്ള വീഡിയോ വണ്ടിയുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി ഇടയിൽ ഇരുന്ന് വരണതാണ് അല്ലേ ആ സൗണ്ടും. എന്തായാലും കൊള്ളാം, അടിപൊളി കേട്ടോ. വണ്ടി നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 33 എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കറൊക്കെ അടിച്ച് ഡെൻസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ പേര് ഫ്ലോക്കി, പിന്നെ ബ്രംബോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. VSOP. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വണ്ടിയുടെ സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ജസ്റ്റ് കാര്യങ്ങളോ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാം കേട്ടോ. എത്ര രൂപ റേറ്റ് വന്നിട്ട് നമുക്ക് പെയിൻറ്റിങ്ങും പിന്നെ സ്റ്റിക്കർ വർക്ക് എല്ലാം കൂടി 15,000 to 20,000. അതാണ്. അപ്പം ഇതിൻ്റെ പെയിൻറ്റ് വർക്ക് വന്നിട്ട് 15,000 to 20,000 പിന്നെ മൊത്തം അതായത് എല്ലാ സാധനം വാങ്ങിയത് ഈ ലിവർ ഗാർഡ്, ഗ്ലാസ്, ഈ ഫ്രണ്ട് ഇയർ മാസ്ക് വന്നിട്ട് പിന്നെ ഈ എന്തോ ഈ സ്റ്റിക്കർ വർക്ക് എല്ലാം കൂടെയും പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടർ വെയില്, ടാങ്ക് കവർ, ടെയിൽ ചെടി, ഇത് ടെയിൽ പീസ്, ആ ഒരു എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് ഏകദേശം 25,000 to 30,000 ഈ പെയിൻ്റ് അടിച്ച വർക്കാണ്. അതായത് പെയിൻറ്റ്, പിന്നെ ഫ്രണ്ട് ഹെഡ് സ്റ്റിക്കർ വർക്ക്, പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്,
അതിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തതാണ് 25 to 30 ആയത് കേട്ടോ. അല്ലാതെ വന്നിട്ട് പെയിൻറ് വർക്ക് മാത്രം 20-നകത്തേ ആയുള്ളൂ അല്ലേ? പെയിന്റും സ്റ്റിക്കറും കൂടെ നമുക്ക് 20-അകത്തേ ആയുള്ളൂ. അതാണ് സെറ്റപ്പ്. പിന്നെ എന്തായാലും ഒരു സ്റ്റോക്കായിട്ട് ഏകദേശം ഒരു 2 to 5 വർഷമൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് വണ്ടി വെറൈറ്റി ആക്കണം. അതാണ് സെറ്റപ്പ്. പിന്നെ ഇനി എന്തായാലും ഇത്രയൊക്കെയുള്ള പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കൊണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ഡീറ്റെയിലൊക്കെ കാണണമെങ്കിൽ ആശാൻ്റെ ഇൻസ്റ്റ ഐ ഡി ജസ്റ്റ് ഒന്ന് തപ്പി കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വേറൊന്നും പറയല്ലോ. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലും പറയണ്ടോ? പിന്നെ ആശാന്റെ വീഡിയോ നമുക്ക് ഇടയിൽ കൊണ്ടുവരാം കേട്ടോ. വിക്കി ലൈറ്റ് വിക്കി ആ ഒരു സമയത്ത് കുറച്ച് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മൾ ഇനി എന്തായാലും കുറച്ച് ഫോട്ടോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്തായാലും തിരക്കിയല്ലേ. അതാണ് സെറ്റപ്പ്. നമ്മളൊരു ക്യാമറ നമ്മുടെ കൂട്ടുകാരൻ ക്യാമറ ഒക്കെ എടുത്തുകൊണ്ടുവന്നു കേട്ടോ. യോ ക്യാമറ ഒക്കെ എടുത്ത് പിടിച്ചോണ്ടിരിക്കണല്ല. വാ എല്ലാം അറിയാം കേസ്. അപ്പം എന്തായാലും വേറെ ഒന്നും പറയല്ലോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കേട്ടോ. ഇതാണ് വണ്ടിയുടെ സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എന്തായാലും സെറ്റ് ചെയ്യാൻ നോർത്ത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.